നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 2 നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ആ ഇവൻറ്റ്സ്, സ്റ്റോറിയിലെ ഇവൻറ്റ്സ് അതിൻ്റെ ഓർഡറിൽ പ്രസൻറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ഇവൻറ്റ്സ് ഫില്ല് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ലെസൺ കഴിയുമ്പോൾ അപ്പോൾ തന്നെ ആകുമ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാകും കൃത്യമായിട്ട്. So a few of the major events in the story are given below. Complete the following flowchart. The little sister watched her brother paint the portrait. അതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് അല്ലേ. എന്നിട്ട് എന്തായിരുന്നു സംഭവിച്ചത്? She suggested a few changes to the picture. Yes, the girl suggested a few changes to the picture. Then what happened? The boy was unable to draw the picture perfectly, right? Like he tried a lot. Even if he tried a lot, he couldn't draw the picture perfectly. Then അടുത്തത് എന്തായിരുന്നു? The girl tried to build up confidence in his brother. The girl tried to build up confidence in his brother. Then what happened? A big tragedy struck their family. അതവിടെ തന്നിട്ടുണ്ട്. A big tragedy struck their family. What was the tragedy? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരുന്നു ട്രാജഡി? യെസ്, ദ ലിറ്റിൽ ഗേൾ ഡൈഡ് അൺഎക്സ്പെക്റ്റഡ്ലി. അതായിരുന്നു ട്രാജഡി. ദെൻ വാട്ട് ഹാപ്പൻഡ്? അടുത്തത് എന്താണ്? ദ ലിറ്റിൽ ബോയ് ഈസ് ഫിൽഡ് വിത്ത് ഗ്രീഫ് അറ്റ് ദ ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ. അല്ലേ, ലിറ്റിൽ ബോയ് വാസ് റിയലി സാഡ് ബിക്കോസ് ഓഫ് ദ ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ. ദെൻ അടുത്തത് എന്താണ്? സോറോ ഗീവ്സ് ഹിം പവർ ആൻഡ് ഹി ഡ്രോസ് ദ പിക്ചർ which wins him recognition. After so many years, he continued his drawing, or he continued to paint pictures, but this picture, that perfect picture gave recognition among the people. അല്ലേ, അവൻ പല പിക്ചേഴ്സും വരച്ചു, പക്ഷേ അവന് റെക്കഗ്നിഷൻ കിട്ടിയത്, അല്ലേ, അവന് അവിടെ ഒരു സ്ഥാനം കിട്ടിയത് എങ്ങനെയാണ്? ഈ ഒരു പിക്ചറിലൂടെയാണ്. എങ്ങനെ? അവൻ്റെ സിസ്റ്ററിനോടുള്ള സ്നേഹം കൊണ്ട് ആ സിസ്റ്റർ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ, ആ സ്ട്രെങ്ത്തിൽ, ദുഃഖം കൊടുത്ത സ്ട്രെങ്ത്തിൽ അവൻ വരച്ച പിക്ചറിനാണ് പബ്ലിക്കിൽ നിന്നും അവന് റെക്കഗ്നിഷൻ കിട്ടിയത്. അടുത്ത് എന്താ പറയുന്നത്? അടുത്ത് നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ് ലവ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ്. അല്ലേ, പറയുന്നതെന്ന് അവൻ്റെ സിസ്റ്റർ അവൻ്റെ മനസ്സിൽ വന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് ലവാണ് ഒരാൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് കൊടുക്കുന്നത്. വർക്ക് ടു സ്ട്രെങ്ത് ആൻഡ് ടു വെയിറ്റ്, അതാണ് വർക്ക് ചെയ്യാനും വെയിറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഗീവ് ഹാപ്പിനെസ്, അത് ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴാണ്? ലേറ്റർ, അല്ല, എക്സെപ്റ്റ് ഹാപ്പിനെസ് എന്നാണ് അതിൽ നമ്മുടെ ലിറ്റിൽ ഗേൾ പറയുന്നത്. ലേറ്റർ ഇറ്റ് ഓൺലി ഗീവ്സ് ഇറ്റ് ഹാപ്പിനെസ്, ബട്ട് later. But when it gives happiness, it is called heaven. അല്ലേ, ഇപ്പം നമുക്ക് ആ സീക്വൻഷ്യൽ ഓർഡർ ആയിട്ട് ടീച്ചർ ഇതൊന്നുകൂടി സെൻഡ് ചെയ്ത് തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ ആ ഓർഡറിൽ തന്നെയാണോ എന്നുള്ളത് ഞാൻ ആൻസർ അയക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കാം. ദെൻ ആക്ടിവിറ്റി, അടുത്തത് ലാംഗ്വേജ് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 1 നോക്കാം. ഇവിടെ കുറച്ച് വേർഡ്സ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ മീനിങ്സ് ജസ്റ്റ് ഒന്ന് പറയാം. അതിന് ശേഷം നിങ്ങളൊന്ന് നോക്കാം. സീസ് എന്താണ്? സീസ്, SEIZE. സീസ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ഹോൾഡ് ഓർ ടേക്ക് പൊസിഷൻ ഓഫ്, സ്വന്തമാക്കുക എന്നുള്ള അർത്ഥമാണ്. ഓണർ മീൻസ് റെസ്പെക്റ്റ്. ഗ്ലിമ്മർ എന്താണ്? ഗ്ലിമ്മർ മീൻസ് ഡിം ലൈറ്റിൽ ബ്രൈറ്റൻ ആവുക എന്നുള്ളതാണ് ഗ്ലിമ്മർ. മിന്നുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്ലിമ്മർ മീൻസ് ടു ഷൈൻ വിത്ത് വീക്ക് ലൈറ്റ് ദാറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അല്ലാതെ ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, വീക്ക് ലൈറ്റ് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഗ്ലിമ്മർ എന്ന് പറയുന്നത്. ഗ്രിഫ് എന്താണ്? സാഡ്നെസ്. ദെൻ റിപ്ലിങ് എന്താണ്? ഇത് ടെക്സ്റ്റിൻ്റെ പുറകിൽ ഇതിൻ്റെ കൂടുതൽ മീനിങ്സും കൂടുതലെണ്ണോ ഇതിൻ്റെ പുറകിൽ, ടെക്സ്റ്റിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. റിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് വേവ്സ്, ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കുക, വാട്ടറിൻ്റെ മുകളിലായിട്ട് ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് റിപ്പിൾ. ദെൻ റസ്സിൽ എന്താണ്? ടു മേക്ക് എ സോഫ്റ്റ് സൗണ്ട് വൈൽ മൂവിങ് എബൌട്ട്. മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ
ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡെഡിക്കേഷൻ ഇൻ സിൻസിയറിറ്റി, സിൻ പാപം, ഇതാണ് മീനിങ്സ്. ഒന്ന് നോക്കി എന്തൊക്കെയാണ് അവിടെ വരിക. ദ ലിറ്റിൽ ഗേൾ ആസ് ദ ബോയ് ടു ഡു ഹിസ് വർക്ക് വിത്ത് ഗ്രേറ്റ്, ഇതാണ് വരിക ഡെഡിക്കേഷൻ. യെസ്, ഡെഡിക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ. ദെൻ ഷീ ആസ്ക്ഡ് ഹിം ടു സീ ദ ഡാഷ് ഓഫ് സൺലൈറ്റ്, ഏത് വരും? യെസ്, ഗ്ലിമ്മർ ആണ് വരിക. സെക്കൻഡ് വൺ ഗ്ലിമ്മർ ഓഫ് സൺലൈറ്റ്. ഇൻ നേച്ചർ വി കുഡ് ലിസൺ ടു ദ റസ്ലിംഗ് ഓഫ് ദ ലീവ്സ് ആണ് മൂന്നാമത്തത്. റസ്ലിംഗ് ഓഫ് ദ ലീവ്സ് ആണ് കറക്റ്റ്. ദെൻ ഇൻ നേച്ചർ വി കുഡ് ഓൾസോ ഹിയർ ദ ഡാഷ് ഓഫ് സ്ട്രീംസ്, എന്ത് വരും? ഡാഷ് ഓഫ് സ്ട്രീംസിൻ്റെ അവിടെ എന്ത് വരും? റിപ്ലിംഗ് ഓഫ് സ്ട്രീംസ്. റിപ്ലിംഗ് വേവ്സ് ഉണ്ടാക്കുക, സ്മോൾ വേവ്സ് ഉണ്ടാക്കുക. ദെൻ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡാഷ് ഫോർ ആർട്ടിസ്റ്റ്, ഓണർ ഫോർ ആർട്ടിസ്റ്റ് ടു ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ദെൻ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻ ഡാഷ് ടു റെപ്രസെൻറ്റ് നേച്ചർ ഇംപെർഫെക്റ്റ്ലി, അവിടെ ആൻ അല്ല എ ആണ് വരേണ്ടത്. എ സിൻ ടു റെപ്രസെൻറ്റ് നേച്ചർ ഇംപെർഫെക്റ്റ്ലി. ദെൻ ദ ലിറ്റിൽ ബോയ് വാസ് ഇൻ ഗ്രേറ്റ് ഏത് വരും? ലിറ്റിൽ ബോയ് വാസ് ഇൻ ഗ്രേറ്റ് grief when he learned about the death of his sister. The boy felt that the happiness is something difficult to seize ആണ് ലാസ്റ്റ് വൺ വരാം. So this is for all today. Thank you.